ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ചെറുപയർ തോരൻ വയ്ക്കാം. അതിന് ഞാനൊരു കപ്പ് തേങ്ങ തിരികിയതാണിത്. അതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ അല്പം ജീരകവും പിന്നെ ഒരു 10-12 വെളുത്തുള്ളിയുടെ അല്ലിയും തൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബൗളിൽ പകുതിയാണ് ഞാൻ ചെറുപയർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ കുക്കറിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി ഇത്രയും മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ ഒറ്റ വിസിൽ കേൾക്കുമ്പോഴേ ഞാൻ ഓഫ് ചെയ്യണം. കൂടുതൽ കേൾക്കേണ്ട കാര്യമില്ല. ഇത് ഒറ്റ വിസിൽ ചില പയർ നല്ലതുപോലെ വെന്തില്ല എന്ന് വരും, കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളെന്ത് വിസിൽ വീണ്ടും ഇട്ട് കൊടുക്കരുത്, കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഒരു വിസിലടിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് തീ കത്തിച്ച് കൊടുക്കണം. ഇതല്ലാതെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഇതിൽ കിടന്ന് അല്ലാണ്ട് തന്നെ വെന്തോളും. അഥവാ 2 വിസിലിടണം എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ആവി പൊക്കി വിടണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി കുഴഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടില്ലേ, കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇത്രയും മതി എന്നുള്ളവർക്ക് ഇത്രയൊക്കെ, വേണമെങ്കിൽ കുറച്ചുകൂടെ ആക്കാം. അപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുവാണ്. ഇതുപോലെ ഞാൻ മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ചില പയറാണെങ്കിൽ പെട്ടെന്ന് വേവുന്നതായിരിക്കും, ഒറ്റ വിസിൽ തന്നെ കുഴഞ്ഞു പോകുന്നുണ്ടാവും. ചിലതിൽ അങ്ങനെയല്ല. അത് എന്തായാലും ഒരു വിസിൽ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഇതുപോലെ ഇട്ട്, കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച് അറിയാമെന്നുള്ള പയറാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒറ്റ വിസിലേക്കുമ്പോഴേ നല്ലതുപോലെ വെന്ത് കുഴയണയാണെങ്കിൽ ഒറ്റ വിസിലായിട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവി കളയാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടിക്കോട്ടെ. ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, എന്നിട്ട് തീ കുറയ്ക്കണേ. എന്നിട്ട് വേണം ഈ അരപ്പിട്ട് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ സമയത്ത് തന്നെ അല്പം ഉപ്പ് കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒത്തിരി ഇപ്പോൾ ചേർക്കണമെന്നില്ല, എങ്കിലും നമുക്ക് എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുന്നവർക്കാകുമ്പം ഒരു കണക്ക് ഉണ്ടാവുമല്ലോ, എത്ര ചേർക്കേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഞാനിതിൽ അല്പം വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, അതിനെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനെ ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഉപ്പിടണം. അല്ല അരപ്പിൽ തന്നെ ഇടുമ്പോഴത്തേക്കും അതിൽ ഉപ്പിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാൻ പ്രശ്നമില്ല. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഇതിനെ ഇപ്പോഴത്തെ ഞാൻ കുറച്ച് കൂട്ടി വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോഴാണ് ഞാൻ ഇതിൽ ഉപ്പിട്ടത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇടണമെങ്കിൽ നേരത്തെ ഇടാം. ഞാൻ പയറിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ അരപ്പൊന്ന് ആ ഒരു പച്ചമണവും രുചിയും ഒന്ന് മാറിക്കിട്ടാനാണ് ഞാനൊരല്പം വെള്ളം ഒഴിച്ചത്. നമ്മുടെ പയറിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം. കണ്ടില്ലേ, ഇത്രയും ആയാൽ മതി. ഇനി ഇതിൽ കൂടുതൽ വേവിക്കുകയാണെങ്കിൽ നമ്മൾ തോരൻ വയ്ക്കുമ്പം ഒത്തിരി അങ്ങ് കുഴഞ്ഞ് കണക്കാവും. അത്രയും വേണ്ട, ഇത്രയും തന്നെ മതിയാവും. ഇവിടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വറ്റിക്കോട്ടെ. അതിൽ വെള്ളം വേണമല്ലോ, കണ്ടില്ലേ, ഇത്രയും ഒന്ന് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് വെള്ളം മാറ്റിയിട്ട് വേണം ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കണ്ടോ, ഇത്രയും മതി നമുക്ക്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കണം. നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴും ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് എത്രത്തോളം ഉപ്പ് വേണമെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെ ഉണ്ട്. നമ്മൾ ആദ്യം ഇട്ട ഉപ്പ് അത് മതി കണക്കാണെങ്കിൽ പിന്നെ ഇടേണ്ട ആവശ്യമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഇടുന്ന സമയത്തിൽ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നീട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കത്തുള്ളൂ, എല്ലായിടത്തും ആവണമെന്നില്ല. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ആ പയറിൻ്റെ വെള്ളവും കൂടെ, നമ്മളതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ചെറിയൊരു ഇത് കാണും, അതൊന്ന് വറ്റിക്കോട്ടെ. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കും. കണ്ടോ, നമ്മളുടെ ചെറുപയർ തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. താങ്ക് യു. ബൈ.